പൊന്നാരന്റെ മാനോ, ഇന്നത്തെ ദിവസം ഞാൻ ആരെ കണി കണ്ടിരുന്നോ? ഒന്നും പറയണ്ട. ഞാൻ രാവിലെ സ്റ്റാൻഡിലേക്ക് പോയി ഞങ്ങയെ. അപ്പൊ എനിക്കൊരു ലോക്കലിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ഞാൻ കട്ടക്കാലത്തിനാ എടുത്ത് നേരെ ചെന്ന് പെട്ട പോലീസുകാരെ മുന്നിലാണ്. അത് 1000 രൂപ ഒരു ഫൈൻ ചെയ്തു. ഞാൻ കയ്യും കാലും പിടിച്ച് അമ്മൂട്ടിക്ക് കൊടുക്കാനുള്ള 500 രൂപ ഉണ്ടായിരുന്നു. അതെടുത്ത് കൊടുത്ത് ഞാനിപ്പോ കൊണ്ടേ 2000 രൂപ കൊണ്ട് അടച്ചില്ലേ? ഞാനെ ചങ്ങായി ആ സൈഡിൽ നിർത്തിയിട്ട വണ്ടിയാ ഫോട്ടോ എടുത്ത് പോയിക്കണ് കൊണ്ട് അടച്ചുകൊണ്ട് പോന്ന്. അപ്പൊ പേപ്പർ ക്ലിയർ അല്ലേ? പേപ്പർ 2 ദിവസം ഇൻഷൂർ പറ്റി. പേപ്പർ ക്ലിയർ അല്ലെങ്കിലേ ഇപ്പൊ ഫോട്ടോ എടുത്ത് പോവാണേ അപ്പൊക്കെ വരും. സമതാക്ക് വരുന്നുണ്ട്. ഞാൻ പോവാണ്. അയാളെ ബാധിച്ച് ജയിക്കാൻ പറ്റൂല. ഞാൻ പോട്ടെന്നാലേ. ഞാനും പോയി. എന്താണ് നിങ്ങൾ രണ്ടാളും പോണേ? ഒച്ചമ്പിളിയൊക്കെ എനിക്കൊരു ഫൈന് കിട്ടിയ കഥ പറയണം. പോലീസ് ഫൈനോ? ഇവരെ കൊണ്ട് ആൾക്കാര് കുടുങ്ങിക്കണെന്ന്. ആൾക്കാരെങ്ങനെ പീയാണ്. എന്താ അങ്ങനെ പറയണേ? അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പറയാ? ഇത് കേരളാണ്. 4 ആള് കൂടിയിട്ടുണ്ടെങ്കിലേ സംഘടനയില് 6 ആള് കൂടിയാലോ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ടീച്ചേഴ്സ്മാരും ഒക്കെ ഇവിടെ സമരം ചെയ്ത ചരിത്രം നമുക്ക് കാണാം. എന്തെങ്കിലും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രൈക്ക് ചെയ്തിക്കണോ? അഥവാ ചെയ്താൽ നമ്മളൊക്കെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിക്കണ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ് എന്റെ സംരക്ഷകനാണ്. എന്റെ ജീവനും എന്റെ സ്വത്തിനും